നമസ്കാരം. ഇറ്റലിയിലെ ടൂറിൻ പട്ടണം പൈഡ്മൗണ്ടിനടുത്തുള്ള ഓർബസാനോ എന്ന കൊച്ചു ടൗണിലെ ബിൽഡിംഗ് കോൺട്രാക്ടറായ സ്റ്റെഫാനോയ്ക്കും പാവോളയ്ക്കും 3 പെൺമക്കളാണ്. മൂത്ത മകൾ നാദിയ, ഇളയവൾ അനുഷ്ക, നടുക്കുള്ളവളായിരുന്നു എഡ്വിജ് ആന്റോണിയ ആൽബിന മൈനോ. പഠനത്തിൽ സമർത്ഥയായിരുന്ന മൈനോ കേംബ്രിഡ്ജിലെ ലെനക്സ് കുക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപരിപഠനത്തിനായി നാടും വീടും ഉപേക്ഷിച്ചു പോകുന്നു. വിദേശത്ത് പോയി പഠിക്കുന്ന മകൾ ഒരു അവധിക്കാലത്ത് വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾക്ക് മുന്നിൽ വെച്ച ആവശ്യം അവരെ കുറച്ചൊന്നുമല്ല ചൂടിപ്പിച്ചത്. ഇറ്റാലിയൻ അറിയാത്ത ഒരു ഇന്ത്യക്കാരനെ അവൾക്ക് വിവാഹം കഴിക്കണം. അച്ഛൻ സ്റ്റെഫാനോ ശക്തമായി എതിർത്തെങ്കിലും മൈനോ പിടിച്ച പിടിയാലെ നിന്നു. അവധി കഴിഞ്ഞപ്പോൾ മകളെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരികെ കേംബ്രിഡ്ജിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. എന്നാൽ മൈനോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. തന്റെ കാമുകനെ ഒരു വട്ടം നേരിൽ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും തന്നെ പിന്നെ എതിർക്കാൻ കഴിയില്ല എന്ന്. മകളുടെ കാമുകനെ നേരിൽ കണ്ട് ബോധിച്ചെങ്കിലും അവളെ പിരിഞ്ഞിരിക്കുന്നത് ഓർത്തപ്പോൾ വീണ്ടും സ്റ്റെഫാനോ സ്വാർത്ഥനായി. അവരുടെ പ്രണയത്തിന് അദ്ദേഹം ഒരു ചെറിയ നിബന്ധന വെച്ചു. വിവാഹിതരാവണം എന്ന തീരുമാനത്തിന് 1 വർഷത്തെ ഇടവേള നൽകണം. 1 വർഷം കഴിഞ്ഞും ഇരുവരുടെയും ഉള്ളിൽ പ്രണയം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വിവാഹിതരാവട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 1968 ജനുവരി 13 6 ആഴ്ചത്തെ സന്ദർശനത്തിനായി മൈനോ ഇന്ത്യയിലേക്ക് വരുന്നു. അവളുടെ കാമുകനും അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ അമിതാഭ് ബച്ചനും ചേർന്ന് മൈനോയെ എയർപോർട്ടിൽ സ്വീകരിക്കാനെത്തി. ആ സന്ദർശനം തീരും വരെ മൈനോ താമസിച്ചത് ബച്ചന്റെ വീട്ടിലായിരുന്നു. വന്നിറങ്ങി 13-ാം നാൾ ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നു. 1968 ഫെബ്രുവരി 25 അവർ വിവാഹിതരുമായി. അച്ഛൻ സ്റ്റെഫാനോയുടെ നീരസം അപ്പോഴും അടങ്ങിയിരുന്നില്ല. മകളുടെ കൈ പിടിച്ചു കൊടുക്കാനൊന്നും അയാൾ വന്നില്ല. പകരം തന്റെ സഹോദരനെ അയച്ചു. അമ്മയും സഹോദരിമാരും ചടങ്ങിൽ പങ്കുചേർന്നു. അന്ന് 5000 രൂപ മാസ ശമ്പളത്തിൽ ഇന്ത്യൻ എയർലൈൻസിന് വേണ്ടി യാത്രാ വിമാനങ്ങൾ പറത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായി ജോലി എടുക്കുകയായിരുന്നു അവളുടെ കാമുകൻ. പേര് രാജീവ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി. ഇന്ദിരയുടെ വിദേശിയായ മരുമകളെ ഇന്ത്യ 2 കൈയും നീട്ടി സ്വീകരിച്ചു. കേംബ്രിഡ്ജിലെ വോൾസിറ്റി റെസ്റ്റോറന്റിൽ വെച്ച് അന്ന് ആദ്യം കണ്ടുമുട്ടിയ നാളിൽ അവളിൽ ഉടക്കിയ രാജീവിന്റെ കണ്ണുകൾ പിന്നീട് 1991 മെയ് 21 ശ്രീം പെരുമ്പത്തൂരിൽ ധനു എന്ന ചാവേറിന്റെ ബോംബിൽ പൊട്ടിച്ചിതറും വരേക്കും അവിടെ നിന്നും എങ്ങോട്ടും ചാഞ്ചാടിയിരുന്നില്ല. തന്റെ പ്രണയത്തിന് വേണ്ടി എഡ്വിജ് ആന്റോണിയ ആൽബിന മൈനോ എന്ന പേര് മാത്രമല്ല, തന്റെ നാടും വീടും പാശ്ചാത്യ ശീലങ്ങളും രൂപവും ഭാവവും വരെ അവർ ഉപേക്ഷിച്ചു. അടിമുടി ഒരു ഇന്ത്യക്കാരിയായി. സോണിയാഗാന്ധി എന്ന ഇന്ത്യക്കാരി. സോണിയ രാജീവിന്റെ പ്രണയവും രാജീവിന്റെ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയവും വിശദമായി പറയുന്ന അശ്വിനി ഭട്നാഗർ രചിച്ച ദ ലോട്ട് ഓഫ് ഇയേഴ്സ് എന്ന പുസ്തകത്തിൽ നിന്നും രാജ്യം ഒരുപാട് മുന്നോട്ട് പോയി. മോഡിഫൈഡ് ഇന്ത്യയിൽ എത്തി നിൽക്കുന്നുണ്ടത്. സംഭവബഹുലമായ ഒരു ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോഴും ശാന്തമായി ഒഴുകുന്ന ഒരു നദിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി എന്ന സാന്നിധ്യം. സ്വകാര്യ ജീവിതത്തിലെ നഷ്ടങ്ങൾ മാത്രം മതിയായിരുന്നു അവരെ തളർത്താൻ. പക്ഷേ സംഘർഷങ്ങൾക്കിടയിലും സൗമ്യമായി ചിരിച്ച് തല ഉയർത്തി തന്നെ സോണിയ നിന്നു. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപാണ് സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയത്തോട് തീരെ താല്പര്യം കാട്ടാതിരുന്ന ഒരുവൾ ആദ്യമായി രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. തൊട്ടു മുമ്പുള്ള പതിറ്റാണ്ടുകളിൽ പാർട്ടിയുടെ 2 ശക്തരായ നേതാക്കൾ കൊല്ലപ്പെട്ടു. ഒന്ന് തന്റെ ഭർത്താവ്, മറ്റൊരാൾ ഭർത്തൃമാതാവ്. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടി, അതിന് പിന്നാലെ ഉണ്ടായ പാർട്ടിയിലെ ചേരിപ്പോരും കൂറുമാറ്റങ്ങളും. മധ്യപ്രദേശ്, ഒഡീഷ, മിസോറാം എന്നീ 3 സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരം ചുരുങ്ങി കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടാവില്ല എന്ന് പലരും വിധിയെഴുതിയ കാലം. ഒരു നിയോഗം പോലെ അവർ അതെല്ലാം ഏറ്റെടുത്തു. പിന്നീട് അവരുടെ കീഴിൽ തുടർച്ചയായി 2 പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയം. ഒരേ സമയം 16 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണം. രാഷ്ട്രീയത്തിലേക്ക് താൻ ഇല്ലെന്നും അതിന് തന്നെ നിർബന്ധിക്കരുതെന്നും ഭർത്താവ് രാജീവ് ഗാന്ധിയോട് പലകുറി അപേക്ഷിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി എങ്ങനെയാണ് പിന്നീട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി മാറിയത്? രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വാക്കും നിലയുമുള്ള നേതാവായത്. 1991 രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെ സോണിയാഗാന്ധി പാർട്ടി നേതാവായി ഉയർന്നു വരണമെന്ന മുറവിളി ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളും അണികളും അതിനായി നാടകീയതകൾ ഏറെ സൃഷ്ടിച്ചു. എന്നാൽ പൊതുവേദിയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന സോണിയ ആ ആവശ്യം നിരസിച്ചു. പക്ഷെ 1993 രാജീവിന്റെ മണ്ഡലമായിരുന്ന അമേത്തി സന്ദർശിക്കാൻ എത്തിയത് വഴിത്തിരിവായി. ജനക്കൂട്ടം അവരെ വന്ന് പൊതിഞ്ഞു. മുദ്രാവാക്യ വിളികളോടെ സ്വാഗതം ചെയ്തു. പിന്നാലെ രാജ്യത്തുടനീളം യാത്ര ചെയ്ത് രാജീവ് ഗാന്ധിയുടെ പേരിൽ ട്രസ്റ്റുകളും കമ്മിറ്റികളും രൂപീകരിച്ചു. പൊതുരംഗത്തേക്ക് അവർ അങ്ങനെ കാലെടുത്തു വെച്ചു. അങ്ങനെ 1998 വീണുകിടന്ന പാർട്ടിയെ കൈപിടിച്ചുയർത്താൻ അമരത്തേക്ക് സോണിയ രംഗപ്രവേശം ചെയ്തു.
എന്നാൽ സോണിയ തലപ്പത്തെത്തിയത് പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 1999 3 മുതിർന്ന നേതാക്കളായ ശരത് പവാറും PA സാംഗ്വയും താരിഖ് അൻവറും സോണിയാഗാന്ധിക്കെതിരെ തിരിഞ്ഞു. അവരുടെ ദേശീയതയെക്കുറിച്ച് ചോദ്യമുയർത്തി. ഒരു രാജ്യം ഭരിക്കാൻ സോണിയയ്ക്കുള്ള അനുഭവത്തെയും ധാരണയും ചോദ്യം ചെയ്തു. ഇതോടെ താൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പിന്മാറാമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. എന്നാൽ ഭൂരിഭാഗം നേതാക്കളുടെയും അണികളുടെയും ശക്തമായ പിന്തുണ അവർക്ക് ലഭിച്ചു. അന്ന് ഇടഞ്ഞു നിന്നവർ ചേർന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. സോണിയ തലസ്ഥാനത്ത് തന്നെ തുടർന്നു. 1999 തെരഞ്ഞെടുപ്പിലൂടെ സോണിയ ഇന്ത്യൻ പാർലമെന്റിലേക്കും എത്തി. UP-യിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും വിജയിച്ച സോണിയാഗാന്ധി BJP നേതാവായിരുന്ന സുഷമ സ്വരാജിനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. 2004 പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ മറ്റ് പാർട്ടികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അധികാരത്തിലേറി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാജ്യവ്യാപകമായി ചുക്കാൻ പിടിച്ചത് സോണിയാഗാന്ധിയായിരുന്നു. വിദേശ മണ്ണിൽ ജനിച്ച സോണിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ അയോഗ്യയാണെന്നുള്ള വാദങ്ങൾ വീണ്ടും ചൂടുപിടിച്ചു. ആ വാദങ്ങൾക്ക് മുന്നിൽ എതിര് നിൽക്കാതെ കയ്യിൽ വന്നു തൊട്ട പ്രധാനമന്ത്രി പദം അവർ വേണ്ടെന്ന് വെച്ചു. സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ സോണിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു. പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അധികാരത്തിലേറി. എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ച ഉണ്ടാകുമെന്ന പോലെ കോൺഗ്രസിന്റെ വീഴ്ചയ്ക്കും അവർ സാക്ഷിയായി. 2014 മുതൽ പാർട്ടി വീണ്ടും പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തി. സ്വാഭാവികമായും പഴികേട്ടത് സോണിയാഗാന്ധി തന്നെ. പിന്നീട് മോദി എന്ന BJPയുടെ ഭീമനെ നേരിടാൻ രാഹുൽ ഗാന്ധി അവതരിച്ചു. പക്ഷേ മോദിയെ എതിരിടാൻ രാഹുൽ ഗാന്ധി പോരാ, സോണിയ എന്ന നേതാവ് തന്നെ വേണം. കാരണം പക്വതയുടെയും പാകതയുടെയും പാഠങ്ങളുണ്ട് സോണിയയുടെ പക്കൽ. നേതാവെന്ന നിലയിൽ അവർ കാട്ടിയ മാന്യതയ്ക്കും പ്രസരിപ്പിച്ച ഊർജത്തിനും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടമുണ്ട്. രാജീവ് ഗാന്ധിയുമായുള്ള പ്രണയവും വിവാഹവും ഇന്ത്യയിലേക്കുള്ള വരവും അവരുടെ ദേശീയതയുമെല്ലാം രാജ്യത്തെ എല്ലാ കാലത്തും ഹോട്ട് ടോപ്പിക്കുകളായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ ഒരു ദയയുമില്ലാതെ അവരോട് പെരുമാറിയിട്ടുണ്ട്. ഋഷി സുനക്കിന് കൈയടിക്കുന്ന സോണിയാഗാന്ധിയെ പള്ളു പറയുന്ന എന്തോ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ ഇന്നും രാജ്യത്തുണ്ട്. രോഗം സമ്മാനിച്ച ചെറുതല്ലാത്ത ഒരു രാഷ്ട്രീയ വനവാസ കാലത്തിനൊടുവിൽ രാജീവിന്റെ സോണിയ വീണ്ടും ഇറങ്ങുകയാണ്. കോൺഗ്രസ് എന്ന അന്തസത്തയുള്ള പ്രസ്ഥാനത്തിന് രാജ്യം കാത്തുവച്ചിരിക്കുന്ന വിധി എന്തായാലും നേരിടുമെന്ന തന്റെ ഇടത്തോടെ തന്നെ. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ രാജാവ് ജനം മാത്രമാണെന്ന വിശ്വാസത്തോടെ തന്നെ.